മോനെ രംഗച്ചേട്ടൻ കാണിക്കും പറഞ്ഞാൽ കാണിക്കും. ആവേശത്തിലെ ഇല്ലുമിനാറ്റി സോങ്ങിന് ഞങ്ങളോട് ഒന്ന് ഡാൻസ് ചെയ്യും. ഹലോ, ആദ്യം തന്നെ നമ്മുടെ സിനിമ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയത്ത് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ച ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ അതോറിറ്റീസിന് നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ഓണം. ആവേശം കഴിഞ്ഞിട്ട് ഫഹദിൻ്റെ ഒരു വലിയ സ്കെയിലിൽ ഒരു ആബ്സല്യൂട്ട് സെലിബ്രേഷൻ, ഓക്കെ, ലൈക്ക് ഒരു സെലിബ്രേഷൻ സീസണിൽ ഇറങ്ങുന്ന ഒരു ഫുൾ ഓൺ എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കും ഓടുംകുതിര ചാടൻകുതിര. ഇപ്പോൾ സാധാരണ സിനിമകൾ നമ്മൾ കുഞ്ഞു സിനിമകളൊക്കെ OTT കാണാമെന്നൊക്കെ പറഞ്ഞിരിക്കുമല്ലോ. പക്ഷേ ഓടുംകുതിരയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ലോജിക്ക് പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളൊരു ഗ്രൂപ്പായിട്ട് തിയേറ്ററിൽ പോയിരിക്കുക, ഉച്ചത്തിൽ ചിരിക്കുക, എൻജോയ് ചെയ്യുക, സെലിബ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആ സോണിൽ ആ സോണിലെ ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും 29-ാം തീയതി തന്നെ മറ്റേ ഫുൾ ടീമായിട്ട് സിനിമ കാണാൻ പോവുക. ഒരു സുന്ദരി കുട്ടി അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, നമ്മുടെ സ്വന്തം കല്യാണി പ്രിയദർശൻ. Ladies and gentlemen, girls and boys, I request you all to kindly please put your hands together to welcome one and only Kalyani Priyadarsan here. Please put your hands together to welcome this lovely lady right here. Thank you so much. നിങ്ങളുടെ ഈ സെലിബ്രേഷൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട്. ഇറ്റ്സ് ഗ്രേറ്റ് ടു ബി ഹിയർ. ഒബ്വിയസ്ലി വന്നിരിക്കുന്നത് ഞങ്ങളുടെ സിനിമ ഓടുംകുതിരനെ പറ്റി സംസാരിക്കാനാണ്. ഇതൊരു ജോളി സിനിമയായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പൊട്ടിച്ചിരിക്കാൻ പറ്റിയ ഒരു സിനിമയായിരിക്കും. റൊമാൻസ് ഉണ്ട്, ഫഹദ് ഉണ്ട്, ലാൽ സർ ഉണ്ട്. So much to enjoy in this film. So സമയം കിട്ടുമ്പോൾ ഈ ഓണം please go watch it in cinemas and I hope you enjoy it. First time on screen with Fahad ke ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൂടെ ഒന്ന് ഷെയർ ചെയ്യാമോ for all of us? അങ്ങനെ ചോദിച്ചാൽ it's a very long answer. Short ആയിട്ട് പറയുകയാണെങ്കിൽ it was a really big learning experience for me. Thank you. Thank you so much. Fa. Come on, louder. So on that note, here comes our dearest, the very talented Fahad Fasil, our very own Fafa. Please everyone together. ഒരുപാട് സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മളുടെ പ്രിയ താരം ഫഹദ് ഫാസിൽ. താങ്ക് യു സോ മച്ച്. ജെയിൻ യൂണിവേഴ്സിറ്റി ഓണത്തിരയിലേക്ക് ഓടും കുതിര ചാടും കുതിര എന്ന ഞങ്ങളുടെ സിനിമയുടെ ഒരു സെലിബ്രേഷനായിട്ട് കമ്പൈൻ ചെയ്തതിൽ ഒരുപാട് സന്തോഷം. ഇവിടെ ഇനിയും 2 പേര് വരേണ്ടതായിരുന്നു. സംവിധായകൻ അൽത്താഫും നിർമ്മാതാവ് ആഷിഖ് ഉസ്മാനും വരേണ്ടതായിരുന്നു. 2 പേരും എത്തിയില്ല. ഞങ്ങൾ ഓടി വന്നത് 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, ഞങ്ങളെ വിളിച്ചതിനുള്ള സന്തോഷം. 2, ഞാൻ ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ളൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയെ പറ്റി എനിക്ക് നിങ്ങളോട് വന്ന് പറയണമെന്ന് തോന്നുന്നു. ഇതൊരു പ്രത്യേക രീതിയിലുള്ള സിനിമയാണ്. ഇത് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സോ മൈ ഓൺലി റിക്വസ്റ്റ് ഇസ് കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോട് പറയുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നെ കാണുമ്പോൾ എന്നോട് പറയുക. താങ്ക് യു. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരുപാട് പേർക്ക് എന്തൊക്കെയോ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ടുണ്ട് നമ്മുടെ സ്റ്റുഡൻസിന്. അപ്പോൾ ആർക്കൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടുള്ളത്? സിലബസ് നല്ലല്ലോ. അല്ലല്ല, ഔട്ട്സൈഡ്. എന്റെ ചോദ്യം ഫഹദിക്കാനോടാണ്. പേരെന്താ? ഇവാന. ഹായ്. സോ നമ്മുടെ സ്വന്തം രംഗണ്ണനില്ലേ, എനിക്ക് ചെറിയ ആഗ്രഹം നമ്മുടെ രംഗണ്ണന്റെ സ്റ്റൈലിൽ ഒന്ന് സംസാരിക്കൂ.
എടാ മോനെ, ഈ രംഗച്ചേട്ടൻ കാണിക്കും എന്ന് പറഞ്ഞാൽ കാണിക്കും. താങ്ക് യു. ഫേമസ് ആയ ഫോൺ കയ്യിലുണ്ടോ ഇപ്പൊ? ഇല്ല 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 അതെന്താ എടുക്കാഞ്ഞേ? ഇല്ല, ഫോൺ അങ്ങനെ കൊണ്ടു നടക്കാറില്ല. ആ ഫോൺ ഇത്ര ഡിസ്കഷൻ ആവുമെന്ന് കരുതിയിരുന്നോ? ഇല്ല ഇല്ല ഇല്ല, അത് പഴയ 10-15 വർഷം പഴക്കമുള്ള ഫോണാണ്. ഇത്ര ഡിസ്കഷൻ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇഷ്ടപ്പെട്ട ആ ഫോണ്? ആ ഫോണിന്റെ ഒരു വലിയ ഫാനായി മാറിയെന്ന് തോന്നുന്നുണ്ട് ആള്. പകുതിക്കയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാണ്? ഒരുപാടുണ്ട്. അല്ല, ഒടുമുദ്ര ഓക്കെ, പക്ഷെ ഐ തിങ്ക് ഇറ്റ്സ് എ ടൈ. മഹേഷിന്റെ പ്രതികാരം, ഞാൻ പ്രകാശനും തൊണ്ടിമുതലും. ഐ തിങ്ക് ഇറ്റ്സ് എ ടൈ ബിറ്റ്വീൻ ത്രീ. അന്ന് ഞാൻ ഭാനുവിനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഫഹദിക്കയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാ? ഓടുംകുതിര അല്ലേ? ഓടുംകുതിര അല്ലേ? എനിക്ക് അതിരനാണ് ഇഷ്ടം. ഓ വാ. ഓക്കെ, ഓടുംകുതിര ഇപ്പൊ നമ്മൾ തിയേറ്ററിൽ പോയി കാണുമല്ലേ? ഓക്കെ, ഓൾ ഗുഡ്. ഇനി നെക്സ്റ്റ് അടുത്ത ചോദ്യം ആരാ ചോദിക്കാൻ പോകുന്നേ? എവിടെ? അയ്യോ, ഐ മിസ്ഡ് യു. ഫഹദിക്കനോടാണ് ചോദ്യം. ഹായ്, ആവേശത്തിലെ ഇല്ലുമിനാറ്റി സോങ്ങിന് ഞങ്ങളോട് ഒന്ന് ഡാൻസ് ചെയ്യോ? ഞാൻ ക്രിസ്മസിന് പാൻസ് ഒക്കെ ഇട്ടിട്ട് ഇല്ല, അത് പറ്റില്ല പറ്റില്ല പറ്റില്ല. ഞങ്ങളോട് എന്താണ് ഡാൻസ് ചെയ്യണം? പ്ലീസ് ക്രിസ്മസിന് ഉറപ്പ്. പ്ലീസ് 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 ഈ പടത്തിന്റെ സെറ്റില് അൽത്താഫ് സാറിനോട് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത് എന്തായിരുന്നു? പെട്ടെന്ന് പോയിക്കോളാം. എനിക്ക് പെട്ടെന്ന് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇയാള് ഷൂട്ട് ചെയ്യാൻ വരാത്തതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ കുറച്ചും കൂടെ പതുക്കെ എല്ലാം ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഈ സിനിമയുടെ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്യാവശ്യം നല്ല സ്പീഡുള്ള, ഭയങ്കര ഇൻട്രസ്റ്റിംഗ്, ഭയങ്കര കോമഡി ഉള്ള സിനിമയാണ്. അപ്പൊ ആ ഒരു ബീറ്ററിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറയുമായിരുന്നു. ഞാൻ കുറച്ച് ടൈമൊക്കെ എടുത്ത് ഡയലോഗ് പറയും അതൊന്നും വേണ്ട. അത് തന്നെയാണ്, മറ്റേ കുറച്ച് സ്പീഡിൽ പറഞ്ഞിട്ട് പരിപാടി അവസാനിപ്പിക്കാൻ പറയും. താങ്ക് യു സർ. താങ്ക് യു. അടുത്തതായിട്ട് ആരാണ് ചോദ്യം ചോദിക്കാൻ പോകുന്നത്? കാത്രിൻ. ആരോടെ കാത്രിൻ ചോദിക്കാൻ പോകുന്നത്? കല്യാണി മാമിനോട്. കല്യാണി മാം, ഹായ്. സോ മാമിന്റെ മലയാളത്തിലെ എവർഗ്രീൻ ഫേവറേറ്റ് കോമഡി കോംബോ ആരാണ്? ദാസനും വിജയനും. without a doubt. പകുതിക്കൊക്കെ ഒന്ന് മാവേലി ആവാൻ ഒരു അവസരം കിട്ടിയാൽ എന്തായിരിക്കും കേരളത്തിൽ കൊണ്ടുവരുന്ന ഒരു മാറ്റം? എന്തെങ്കിലും കേരളത്തിൽ അങ്ങനെ ഒരുപാട് മാറ്റങ്ങളൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. ആൾക്കാർ കുറച്ചുകൂടെ സന്തോഷമായിട്ടിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണമെന്നാണ്. ഹലോ വിനേട്ട ഒരു ബിഗ് സൂപ്പർ സ്റ്റാർ, ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആയ ആദ്യം എന്ത് ചെയ്യും? എന്തായിരിക്കും ആദ്യത്തെ ആക്ഷൻ? ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ടുള്ള ആദ്യത്തെ ബൈ അല്ലെങ്കിൽ ആദ്യത്തെ ആക്ഷൻ എന്തായിരിക്കും? ഒരു ഇന്ത്യൻ സ്റ്റാറിന് അങ്ങനെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. പുള്ളിക്കാകെ സിനിമ ചെയ്യാൻ പറ്റും. എന്നാലും എന്തായിരിക്കും ആദ്യമായിട്ട് മേടിക്കുക അല്ലെങ്കിൽ ഒരു ആഗ്രഹം എങ്ങനെയാണ്? എനിക്ക് അങ്ങനെ ഭയങ്കര മെറ്റീരിയലിസ്റ്റിക് ഗോൺസ് ഇല്ല. ഈ റോൾസ് റോയ്സോ ബംഗ്ലാവോ അത് പ്രയോറിറ്റി അല്ല. എനിക്ക് ആകെ ഇപ്പൊ ഫഹദൊക്കെ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അത്ര നല്ല ക്യാരക്ടേഴ്സ് കുറച്ചും കൂടി വലിയ സ്കെയിലില് കുറച്ചും കൂടി അധികം ഓഡിയൻസിലേക്ക് എത്തുന്ന പോലത്തെ സിനിമകളൊക്കെ ചെയ്യാന്നുള്ളൂ. വേറെ ഒന്നും വേണ്ട. ഓക്കെ ഓക്കെ ഓക്കെ. sir, I mean, who made you the person that you are today? Like അങ്ങനെ ഒരു third person. Everyone around me. Everyone around. Everyone That's a great around. answer, sir. എന്തോ എന്റെ ചോദ്യം മുരളിനോടാണ്. ഇതൊരു ക്രേസി ഫിലിമാണല്ലോ. സൊസൈറ്റിയിലെ ക്രേസിയസ്റ്റ് പേഴ്സൺ ആരായിരുന്നു? ഇത് ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങളുടെ മുമ്പിൽ ഒരു കാര്യം കൂടി പറയണമെന്നുള്ള ആഗ്രഹത്തിൽ ഇപ്പൊ താൻ ആഡ് ചെയ്തു. ഇത് ആക്ച്വലി ഭയങ്കര ക്രേസി ഫിലിമാണ്. ഈ അൽത്താഫ് ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തേക്കാണ്. അതില് ഭയങ്കര സോബറായിട്ട് ആരുമില്ല, എല്ലാവരും ക്രേസിയാണ്. അതിന്റെ വകഭേദങ്ങളാണ്. ആക്ച്വലി ലാൽ സാറാണ് നമ്മുടെ അച്ഛൻ, ഞാൻ മൂത്ത മകൻ, ഫഹദ് ഇളയ മകൻ, പിന്നെ കല്യാണി ഫഹദിന്റെ ലവർ, അങ്ങനെയൊക്കെയാണ്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും ക്രേസിയസ്റ്റ് ആണ്. പിന്നെ നമ്മുടെ ഫാമിലിയിൽ നമ്മളെ 3 പേര് കുറച്ച് കൂടുതൽ ക്രേസിയാണെന്ന് തോന്നുന്നു. രണ്ടുകളുടെ നാട്ടിലെ ഇടവേള കണ്ടിട്ടില്ലേ അൽത്താഫിന്റെ? അപ്പൊ അതിലും ഇങ്ങനെ ഒരു ഭയങ്കര വലിയൊരു ഇഷ്യൂ ആണ് പടത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത് ഏറ്റവും ഹ്യൂമറിലൂടെയാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ പടത്തിലും ഒരു വലിയൊരു ക്രൈസിസ് ഉണ്ട്. അത് നമ്മുടെ ട്രെയിലറിലോ നിങ്ങൾ ഇതുവരെ കണ്ട ഫുട്ടേജിലൊന്നും അത് വന്നിട്ടില്ല. അപ്പം അങ്ങനെ ഒരു ക്രൈസിസ് ഡീൽ ചെയ്യുന്ന പടമാണ്. അപ്പം നേരത്തെ പിന്നെ പറയുന്ന പോലെ ഇറ്റ്സ് എ ക്രേസി ഫിലിം.
but I'm very sure you'll all love it. Thank you so much. ഇത്രയധികം നേരം വളരെ ക്ഷമയോടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. Now we have on stage Mr. Tom Joseph requesting your presence on stage, please.